കൂടിനൊപ്പം സാംസ്കാരിക സംഗമം ഇവിടെ സമാരംഭിക്കുകയാണ്. വിശിഷ്ടാതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഡോക്ടർ SK വസന്തൻ, പ്രിയപ്പെട്ട MLA ശ്രീ P ബാലചന്ദ്രൻ, പ്രൊഫസർ KV രാമകൃഷ്ണൻ, ശ്രീ അശോകൻ ചെരുവിൽ, ശ്രീ TD രാമകൃഷ്ണൻ, ഡോക്ടർ C രാവുണ്ണി, ഡോക്ടർ ധർമ്മരാജ് അഡാട്ട്, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പ്രൊഫസർ KR ജനാർദ്ദനൻ, ഡോക്ടർ വത്സലൻ വാതുശ്ശേരി, ശ്രീ N രാജൻ, മുൻമന്ത്രി KP രാജേന്ദ്രൻ, പ്രൊഫസർ ശ്രീജ KT, ഡോക്ടർ R ശ്രീലതാ വർമ്മ, ചലച്ചിത്ര സംവിധായകൻ പ്രേംലാൽ, പ്രൊഫസർ ബേബി ചക്രപാണി, CPIയുടെ ജില്ലാ സെക്രട്ടറി ശ്രീ KG ശിവാനന്ദൻ, PSC അംഗം ശ്രീ TR അനിൽകുമാർ, പ്രൊഫസർ അബ്ദുള്ള, ഡോക്ടർ VG ഗോപാലകൃഷ്ണൻ, ഡോക്ടർ MN വിനയകുമാർ, CR ദാസ്, ശ്രീ K ഉണ്ണികൃഷ്ണൻ, TA ഉഷാകുമാരി ടീച്ചർ, സുജാത ജനനേത്രി, ഡോക്ടർ R ശ്രീലതാ വർമ്മ, ശ്രീ ചാക്കോടി അന്തിക്കാട്, PD പ്രേംപ്രസാദ്, ശ്രീ പ്രഭാകരൻ പഴശ്ശി, ഡോക്ടർ VK വിജയൻ, സോബിൻ മഴവീട്, ശ്രീ ഡോക്ടർ ശശിധരൻ കളത്തിങ്കൽ, ശ്രീ ജേക്കബ് ബെഞ്ചമിൻ, ദീപ നസീർ, ശ്രീ കുഞ്ഞപ്പൻ ബാംഗ്ലൂർ ഉക്കാസ, ശ്രീ M സതീശൻ എന്നിവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി. ലൈവ് കൊടുക്കാം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമുക്ക് ജയിക്കാം ആലങ്കോടിനൊപ്പം
സാംസ്കാരിക സംഗമം ഇവിടെ സമാരംഭിക്കുകയാണ്. ഈ സാംസ്കാരിക സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി സാംസ്കാരിക പ്രവർത്തകനും സംഘാടകനുമായിട്ടുള്ള ശ്രീ PS ഇക്ബാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, കേരളത്തിൻ്റെ പ്രിയപ്പെട്ട കവിയും പ്രഭാഷകനും എഴുത്തുകാരനുമായ ശ്രീ സഖാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ കേരളത്തിൻ്റെ സാംസ്കാരിക നഗരിയിൽ നിന്ന് ജനവിധി തേടുകയാണ്. ഞാനൊരു നീണ്ട സ്വാഗത പ്രസംഗം ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ സാംസ്കാരിക പ്രവർത്തകരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വവും ബാധ്യതയും ഈ സാംസ്കാരിക നഗരിക്കുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചില അന്യ ജില്ലക്കാരെങ്കിലും കേരളത്തിൻ്റെ സാംസ്കാരിക നഗരി തൃശ്ശൂരാണെന്ന് പറയുമ്പോൾ പോലും ചില അന്യ ജില്ലക്കാരെങ്കിലും ഈ തൃശ്ശൂർക്കാർക്ക് വേണ്ടത്ര സംസ്കാരമില്ലെന്ന് ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു മതരാഷ്ട്രവാദിയാണ് ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചത്. അതിന് പകരമായി മതേതര മൈത്രിയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ ആലങ്കോട് ലീലാകൃഷ്ണനെ വിജയിപ്പിച്ചുകൊണ്ട് ആ അപഖ്യാതി പരിഹരിക്കാനുള്ളൊരവസരമാണ് നമുക്ക് കൈവന്നിരിക്കുന്നത്. തൃശ്ശൂർ നിയോജക മണ്ഡലത്തിന് ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. 1957 ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയ്ക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയെ നൽകിയത് ഈ തൃശ്ശൂർ പട്ടണമാണ്. 1970 കേരള മലയാള സാഹിത്യ നിരൂപണ രംഗത്തെ വിഗ്രഹഭഞ്ജകനായ ജോസഫ് മുണ്ടശ്ശേരിയെ വിജയിപ്പിച്ച ഈ സാംസ്കാരിക മണ്ഡലം ഇതാ മറ്റൊരു സാംസ്കാരിക പ്രവർത്തകനെ സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തിലാണ്. ആലങ്കോടിനെ കുറിച്ച് ഞാനേറെ വിശേഷിപ്പിക്കേണ്ടതില്ല. നമുക്കറിയാം, മലയാളത്തിൻ്റെ ഈ പ്രിയപ്പെട്ട കവി പ്രഭാഷകൻ ലോകമെങ്ങുമുള്ള മലയാളികൾ കാതോർക്കുന്ന വാക്കുകളാണ് ആലങ്കോടിൻ്റേത്. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബിയാണ്. നിങ്ങൾക്കറിയാം, ശങ്കർ ദയാൽ ശർമ്മയെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചപ്പോൾ ഖുഷ്വന്ത് സിംഗ് പറഞ്ഞത് കോൺഗ്രസിൽ പുസ്തകം വായിക്കുന്ന അവസാന ഏക കോൺഗ്രസ്സുകാരെന്നാണ്. ഇന്ന് വായിക്കുകയും കലയെയും സാഹിത്യത്തെയും സംഗീതത്തെയും എല്ലാം സ്നേഹിക്കുന്ന ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനായ സഖാവ് MA ബേബിയെ ഞാൻ ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഏകദേശം 100-ലധികം കവികളും നോവലിസ്റ്റുകളും ചെറുകഥാകൃത്തുകളും എഴുത്തുകാരുമായിട്ടുള്ള ആളുകൾ ഈ സാംസ്കാരിക സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വൈകിയ വേളയിൽ എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയുന്നതിന് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട കവി രാമകൃഷ്ണ മാഷ്, പ്രൊഫസർ KV രാമകൃഷ്ണൻ, ഡോക്ടർ SK വസന്തൻ, അശോകൻ ചെരുവിൽ, ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡോക്ടർ കാവുമ്പായി ബാലകൃഷ്ണൻ, പ്രൊഫസർ KR ജനാർദ്ദനൻ, ഡോക്ടർ വത്സൻ വാതുശ്ശേരി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഈ വേദിയിൽ പങ്കെടുക്കുന്നുണ്ട്. മുഴുവൻ പേരുടെയും പേരുകൾ പറഞ്ഞ് ഞാൻ ഈ സമയം ദീർഘിപ്പിക്കുന്നില്ല. ഈ തൃശ്ശൂരിൻ്റെ നിലവിലുള്ള കളങ്കം തിരുത്തുന്നതിന് വേണ്ടി ഈ മൈത്രിയുടെയും മതേതരത്വത്തിൻ്റെയും പാട്ടുകാരെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിക്കാൻ വേണ്ടി എല്ലാ സാംസ്കാരിക പ്രവർത്തകരും മുന്നോട്ട് വരണമെന്ന് വിനയപൂർവ്വം നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി നമ്മുടെ പ്രശസ്ത നോവലിസ്റ്റ് അശോകൻ ചെരുവിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സുഹൃത്തുക്കളെ, അധ്യക്ഷപ്രസംഗം എന്നുള്ള ഒരു പ്രഭാഷണത്തിന് മുതിരുന്നില്ല. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിയുടെ പ്രതീകമായിട്ടുള്ള ആലങ്കോട് ലീലാകൃഷ്ണൻ ഈ സാംസ്കാരിക തലസ്ഥാനത്ത്
ജനപ്രതിനിധിയായി മത്സരിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും സ്വാഭാവികമായി ഉണ്ടാകുന്ന ആഹ്ലാദം പരസ്പരം പങ്കുവയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ സാഹിത്യ അക്കാദമിയിൽ ആലങ്കോടിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ സാഹിത്യ പ്രവർത്തകരുടെ സാംസ്കാരിക കലാ പ്രതിഭകളുടെ ഒരു കൂട്ടായ്മ ഉണ്ടാകുമ്പോൾ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് ആലങ്കോടുമൊത്ത് ഇവിടെ ഈ അക്കാദമിയിൽ ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസത്തിൽ പലതവണ കാണും, ഒന്നിച്ചിരിക്കും. ആലങ്കോട് സ്ഥാനാർത്ഥിയായ സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ആരാധകന്മാരായിട്ടുള്ള തൃശ്ശൂരിലെ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും വായനക്കാരുമൊക്കെ ഒന്നിച്ചു ചേർന്ന് കോസ്റ്റ് ബോർഡിൽ ഒരു വലിയ സുഹൃത്ത് സംഗമം കൂടിച്ചേർന്നിരുന്നു. അപ്പോൾ അന്ന് തന്നെ വിപുലമായ ഒരു സാംസ്കാരിക സംഗമം തൃശ്ശൂരിൽ നടത്തണം എന്ന് തീരുമാനിച്ചിരുന്നു. ഇന്ന് നമുക്ക് വലിയ സൗഭാഗ്യം സഖാവ് MA ബേബി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. CPIMൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ കേരളത്തിൽ അദ്ദേഹം എത്തി. വലിയ തിരക്ക് പിടിച്ച പ്രവർത്തനമാണ്. എങ്കിൽ പോലും ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തി. രാഷ്ട്രീയ നേതാവ്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ദേശീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഇന്ത്യയിലെ ആധുനികരായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാ തലമുറയിലെയും പെട്ട എഴുത്തുകാർക്കും കലാകാരന്മാർക്കും സംഗീതജ്ഞർമാർക്കും ചിത്രകാരന്മാർക്കും ഒക്കെ തന്നെ വലിയ പിന്തുണയും അവലംബവുമായിട്ടുള്ള, അവരുടെ എല്ലാം പ്രിയപ്പെട്ട ചങ്ങാതിയായിട്ടുള്ള സഖാവ് ബേബി എല്ലാ അർത്ഥത്തിലും ഒരു സാംസ്കാരിക പ്രവർത്തകനാണ്. ആലങ്കോടിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു എന്നുള്ള വലിയ സന്തോഷത്തിൻ്റെ മുമ്പിൽ ഞാൻ മറ്റൊന്നും പറയുന്നില്ല. പ്രിയപ്പെട്ട സഖാവ് ബേബി ഈ സാംസ്കാരിക സംഗമം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു.